ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യയെങ്കിൽ ദൈവസന്നിധിയിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ ആമീൻ സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുകയാണ്. ആമീൻ സ്തോത്രം. നമ്മൾ തുടർമാനമായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിങ്ങളെല്ലാവരും അത് ഗ്രഹിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യമാണ്. 5-6 വാക്യങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട വിഷയം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുക എന്നുള്ള വിഷയമാണ്. ലോകത്തിന് മോഹത്താലുള്ള നാശം വിട്ടിട്ട് നമുക്ക് വെറുതെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാക്കാൻ പറ്റത്തില്ല. ചില കാര്യങ്ങളൊക്കെ അത് നാശമാണ്, ദൈവീകമല്ല, ദൈവ ഭക്തന് ചേർന്നതല്ല. ഇത് തിരിച്ചറിഞ്ഞ് അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും, മനസ്സിലാക്കി തരും. വിശുദ്ധിയോടെ ജീവിക്കാൻ നാം ആഗ്രഹിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ സ്തോത്രം, ദൈവഹിതമല്ലാത്തത് പരിശുദ്ധാത്മാ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അത് ചപ്പന്ന് ചവറന്നെണ്ണി പുറമോട്ട് എറിഞ്ഞു കളഞ്ഞിട്ട് ആമിഷ നിത്യതയ്ക്ക് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരുക്കപ്പെടുക എന്നുള്ളതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രാർത്ഥിച്ചാൽ പോരാ, നാം അതിനു വേണ്ടി പ്രയത്നിക്കണം. ആമീൻ. ദിവ്യ ശക്തി, ആ ഡിവൈൻ പവർ കൊണ്ട് മാത്രമേ ഈ ലോകത്തിൽ പാപം നിറഞ്ഞ, വക്രത നിറഞ്ഞ ഈ ലോകത്തിനകത്ത് ഒരു വിശുദ്ധനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. അസാധാരണമായ ദൈവകൃപ, ആ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി കൊണ്ട് മാത്രമേ പാപത്തോട് പോരാടാൻ, മോഹങ്ങളോട് പോരാടാൻ, ലോകത്തോട് എതിർത്ത് നിൽപ്പാൻ, നമ്മളെ വീഴ്ത്തുവാൻ, നമ്മുടെ മൈൻഡ് സെറ്റിനെ തകർത്ത് കളയുവാൻ, നമ്മുടെ ദർശനത്തെ ഇല്ലാതെയാക്കുവാൻ, നമ്മുടെ ഓട്ടത്തെ തെറ്റിച്ച് കളയുവാൻ. ആമീൻ. പൗലോസ് പറയുന്നത് പോലെ വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അധിപതികൾ, ദുഷ്ടാത്മ സേനകൾ 24/7 നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുകയാണ്, പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ജയിച്ച്, ഇതിനെ കീഴടക്കി ആത്മസ്വഭാവം, ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി നാം കയറിപ്പോവുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥന ആവശ്യമാണ്, വചനധ്യാനം ആവശ്യമാണ്, ഒരുക്കം ആവശ്യമാണ്, പരിശുദ്ധാത്മാവിന്റെ ആ സഹവാസം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗം ധ്യാനിച്ച് വന്ന് നാം കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു നിർത്തിയ വിഷയം വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത. ആ വിഷയമാണ് നാം ധ്യാനിച്ചു കൊണ്ടിരുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ സംബന്ധിച്ച് ക്രിസ്തുവിൽ വളരുന്ന, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുന്ന, വിശുദ്ധിയിൽ വർദ്ധിച്ചു വരുന്ന നമ്മളെ പറ്റി ഒക്കെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒന്നാണ് ആ സ്ഥിരത. ആമീൻ സ്തോത്രം. കൂട്ടണം, വർദ്ധിച്ചു വരണം. ആമീൻ. നമ്മുടെ ശൈശവ സമയത്ത്, വിശ്വാസത്തിന്റെ ആദ്യ സമയങ്ങളിലൊക്കെ നാം പെട്ടെന്ന് ക്ഷീണിച്ചു പോകും, ആധിയുണ്ടാകും, ഒരു ചെറിയ വിഷയം പോലും സഹിക്കാൻ പറ്റാതെ വരും, നമ്മൾ ടെൻസ്ഡായി പോകും, ഉറക്കം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ക്രമേണ പരിശുദ്ധാത്മാവ് സംസാരിച്ച് കഷ്ടതയ്ക്കകത്തൂടെ, നാം ഫേസ് ചെയ്യാത്ത പല പ്രതിസന്ധിക്കകത്തൂടെ നമ്മളെ കടത്തിവിട്ട് നമ്മളെ ഉറപ്പിക്കുന്ന ഒരു പ്രക്രിയ ദൈവത്തിന്റെ ഉണ്ട്. കാരണം ആമീൻ സ്തോത്രം. റോമാലേഖനം, ഇവിടുത്തെ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യം വായിച്ചാട്ട്. തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ പങ്കും വരുന്നില്ല. മതി. സ്തോത്രം. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ആമീൻ സ്തോത്രം. പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോകുമ്പോൾ പിശാച് പറയും പരാജയപ്പെട്ടു പോയി, പ്രാർത്ഥന നിന്നു, തകർന്നെന്നൊക്കെ പറയുമ്പോൾ നാം അറിയാത്ത ഒന്ന് ഉളവായിക്കൊണ്ടിരിക്കുകയാണ്. ആമീൻ സ്തോത്രം. കഷ്ടത സഹിഷ്ണുതയിലോട്ട് നമ്മളെ നയിക്കും. അത് നമുക്ക് സ്വയം കിട്ടുന്ന ഓരോ പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോകുമ്പോഴാണ്
ആമേൻ സ്തോത്രം പ്രാർത്ഥിച്ചും ആ കഷ്ടതയ്ക്കകത്ത് ദൈവത്തിന് ഇടപെടൽ ഉണ്ടാകുമ്പോൾ നാം ബോൾഡാകുന്നു. ആമേൻ ആരോടും പറയാതെ നാം ഭാരപ്പെട്ട് വരുമ്പോൾ അന്ന് കേൾക്കുന്ന വചനം നമ്മളെ ഉറപ്പിക്കുന്നു. ആരും അറിഞ്ഞില്ലെങ്കിലും ആമേൻ എസ്തർ പറയുന്നില്ലേ, എന്നെ കണ്ടവൻ ഇവിടെയും കണ്ടോ, ആരും അറിയാതെ ആരോടും പറയാതെ ഉലകത്തിൽ ആർക്കും അറിയാത്ത വേദന പേറി ഹാഗാർ അബ്രഹാമിന്റെ വീട്ടിൽ പോകുമ്പോൾ ദൈവത്തിലെ ദൂതൻ ഇറങ്ങി നിന്ന് സംസാരിക്കുന്നതൊക്കെയാണ് ആമേൻ അങ്ങനത്തെ ഇടപെടലുകൾ. ആമേൻ എത്ര പേർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആമേൻ പ്രതിസന്ധിയും വേദനയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യരോടും പറയാതെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ഭാരപ്പെട്ട് വരുമ്പോൾ ആമേൻ പ്രസംഗിക്കുന്ന പാർശ്വക്കോ വരുന്ന ദൈവദാസനൊന്നും ഇത് അറിയത്തില്ലെങ്കിലും കൃത്യമായി വ്യക്തമായി തലയെ തൊട്ടില്ലെങ്കിലും പേര് വിളിച്ചില്ലെങ്കിലും വചനത്തിലൂടെ ആത്മാവ് ഇടപെടുമ്പോൾ നമ്മളെ ധൈര്യപ്പെടുത്തും. എൻ്റെ കണ്ണുനീര് ദൈവം കണ്ടു, എൻ്റെ ചോദ്യങ്ങൾ ദൈവം കേട്ടു. പലപ്പോഴും പല ചോദ്യങ്ങളുടെ മറുപടിയായി ദൈവാത്മാവ് ഇടപെടുമ്പോൾ നാം ധൈര്യപ്പെടാൻ തുടങ്ങുന്നു. നമ്മുടെ മനോഭാവം മാറുന്നു. ദൈവം എന്നെ അറിയുന്നുണ്ട്, ദൈവം എൻ്റെ വിഷയം കാണുന്നുണ്ട്. ആമേൻ ദൈവം ഹല്ലേലൂയ എന്നെ ഉയർത്തും. ആമേൻ അങ്ങനെ പ്രതിസന്ധിക്കകത്തൂടെ ദൈവ ശബ്ദം കേൾപ്പിച്ച് പ്രതിസന്ധിക്കകത്തൂടെ നാം അതുവരെ അനുഭവിക്കാത്ത ആത്മസാന്നിധ്യം വെളിപ്പെടുത്തി അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വെളിപ്പാടുകളുടെ ആഴങ്ങൾ വെളിപ്പെടുത്തുന്നു. അത് പലപ്പോഴും ബൈബിള് വായിക്കാറുണ്ടെന്നാൽ ചില ടൈറ്റ് സമയങ്ങളിൽ നാം വായിക്കുന്ന വചനം നമ്മുടെ അകത്തോട്ട് ആത്മാവ് സംസാരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ നമ്മുടെ വിഷയം നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്ന പ്രശ്നങ്ങൾ അല്പം കഴിയുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പക്ഷെ നമ്മളെ തികഞ്ഞവനാക്കി കർത്താവ് മാറ്റും. ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം വരുത്തും. പക്ഷെ ആ പ്രതിസന്ധി കഴിയുമ്പോൾ ശക്തനായി മാറും. ഹല്ലേലൂയ. ആത്മശക്തിയോടെ ദൈവകൃപയോടെ അഭിഷേകത്തോടെ നാം മാറുവാനിടയായിത്തീരും. അപ്പോൾ കഷ്ടത നമ്മളിലേക്ക് എന്തുളവാക്കുന്നു? സഹിഷ്ണുതയിലോട്ട് കൊണ്ടുവരുന്നു. ക്ഷമയോടെ സ്തോത്രം വളരെ ദീർഘക്ഷമയോടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ച് കാത്തിരിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ധൃതി കൂട്ടാതെ നമുക്കെല്ലാം വേഗത്തിൽ നടക്കണം. അതിൻ്റെ ഒരു ഫ്ലോ നിന്നുപോയി നമ്മളെല്ലാം ടെൻഷനായി പോകും. പക്ഷെ ദൈവം മുൻപും പിൻപും അടച്ച പോലെ ദൈവം സൈലന്റായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ആവേശം എല്ലാം അങ്ങ് തണുത്തിട്ട് ലാസ്റ്റ് ഞാൻ പറയുന്ന പോലെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുന്ന ആ ഒരു പരുവത്തിലോട്ട് ഒരു ദൈവത്തിന്റെ സമയത്ത് ദൈവം വിടുവിച്ചാൽ മതി എന്ന് പറഞ്ഞ് നാം കർത്താവിന് മൊത്തം വിട്ടുകൊടുക്കത്തില്ലേ? കർത്താവ് ഈ സുല്ലിടുന്നൊരു സമയമുണ്ടല്ലോ, ഇനി എന്നെക്കൊണ്ട് പ്രാർത്ഥിക്കാനും അറിയത്തില്ല, ഒന്നും അറിയേണ്ട എന്നെ തന്നെ വിട്ടുവരുമെന്നൊക്കെ പറയുന്ന ഇത് ആരും നിർബന്ധിച്ചില്ല, തന്നെ നമ്മളങ്ങ് ദൈവത്തിനങ്ങ് എറിഞ്ഞു കൊടുക്കുന്ന, ദൈവത്തിനങ്ങ് വിട്ടുകൊടുക്കുന്ന ഒരു ലെവലിലൊക്കെ വരും. ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല. ചില പ്രതിസന്ധി കഷ്ടതകൾക്കകത്തൂടെ പോകുമ്പോൾ നമുക്ക് വെളിപ്പെട്ട് വരുന്ന ഒരു സഹിഷ്ണുതയുടെ സ്ഥിരത, അങ്ങനെയാണ് നമ്മൾ സ്ഥിരതപ്പെടുന്നത്. ആ സഹിഷ്ണുത അമിസ്വത്രം നമുക്ക് ഹല്ലേലൂയ ഉറച്ചു നിൽക്കുകയായിത്തീരും. അങ്ങനെ ഒന്ന് രണ്ട് വിഷയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ പറയും ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല, ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. സ്തോത്രം കർത്താവ് നടത്തും, കർത്താവ് ശക്തീകരിക്കുമെന്ന് പറയത്തക്ക രീതിയിൽ. അത് മാത്രമല്ല ആ സഹിഷ്ണുത സിദ്ധത സ്തോത്രം സ്പിരിച്വൽ മെച്യൂരിറ്റി ക്യാരക്ടറിലോട്ട് ദൈവം മാറ്റും. ആത്മീയ പക്വതയിലോട്ട് സ്തോത്രം ഇത് നമ്മളെ കൊണ്ടുവരുവാനായിട്ടിടയായിത്തീരും. അത് മാത്രമല്ല അത് പ്രത്യാശ ഉളവാക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. കഷ്ടത ശാപമാണ്, ദാരിദ്ര്യം ശാപമാണെന്നൊക്കെ ഇപ്പം കേൾക്കുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ആരോട് ചോദിച്ചാലും പറയാം, അധികം കരഞ്ഞതും പ്രാർത്ഥിച്ചതും ദൈവ സാന്നിധ്യം അനുഭവിച്ചതും ദൈവ ശബ്ദമൊക്കെ കേട്ടത് നമ്മുടെ കംഫോർട്ട് സോണിലല്ല. അതൊക്കെ വിട്ട് ഇറങ്ങി വന്ന സമയങ്ങളിലാണ് പലപ്പോഴും ദൈവാത്മാവിന്റെ ഇടപെടലുകൾ വ്യക്തമായിട്ട് നമുക്ക് പ്രാപിപ്പാനിടയായി തീർന്നു. അതുകൊണ്ട് ഏതെങ്കിലും കഷ്ടതയിലൂടെ പ്രതിസന്ധിയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ ഓർത്തോണം, ദൈവാത്മാവിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നിങ്ങൾ നടക്കുന്നെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇതിന് പിശാചിന് ഇവിടെ യാതൊരു ബന്ധവുമില്ല. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നുണ്ട്. ദൈവത്താൽ അനുവദിക്കപ്പെട്ട
ദൈവത്താൽ അനുവദിക്കപ്പെട്ട ചില വിഷയത്തിലൂടെ കടത്തിവിടുന്നത് അല്പം കൂടെ സഹിഷ്ണുത, അല്പം കൂടെ സ്ഥിരത ഉളവാക്കി, അല്പം കൂടെ ആ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലോട്ട് നിങ്ങളെ ലിഫ്റ്റപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് അല്പം കൂടെ ആഴമേറിയ ദൈവിക പ്രത്യാശയിലോട്ട് നിങ്ങളെ നടത്തിക്കൊണ്ട് വരുന്ന ഒരു പ്രോസസ്സിലൂടെ കടക്കുന്നതേ ഉള്ളൂ. എപ്പോഴും പറഞ്ഞോണം, ദുഷ്ടനല്ല നമ്മുടെ മേൽ അധികാരമുള്ളത്, പിശാചിനല്ല നമ്മുടെ മേൽ അധികാരമുള്ളത്, ഈ ദേശത്തിന്റെ അധികാരത്തിനല്ല നമ്മുടെ മേൽ അധികാരമുള്ളത്. നമ്മുടെ കർത്തൃത്വം നമ്മുടെ കർത്താവിനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്തൃത്വം നമ്മുടെ സ്വർഗീയ പിതാവിനാണ്. അതുകൊണ്ട് സ്ഥിരത ഇത് വർദ്ധിപ്പിക്കണം, ഇത് കൂട്ടണം. ദൈവത്തോട് വിറുവിറുക്കരുത്, ദൈവത്തോട് പിണങ്ങരുത്. എന്ത് വന്നാലും ദൈവത്തിന്റെ പാവവിടത്തെങ്കിൽ ഒരിക്കലും കർത്താവിനെ സംശയിക്കരുത്, ഒരിക്കലും ദൈവത്തെ സംശയിക്കരുത്. കാരണം പരമാധിക ദൈവത്തിന് എന്തോ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും കർത്താവ് എന്തോ നന്മയ്ക്കായി ചെയ്യുന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ അങ്ങ് സ്തോത്രം പറഞ്ഞ് വിട്ടുകൊടുക്കണം. കർത്താവ് എനിക്കൊന്നും പിടികിട്ടുന്നില്ല, പക്ഷെ ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് എന്തോ നന്മയ്ക്കായി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രതിസന്ധിയെ മറികടക്കുവാൻ നിങ്ങൾ തയ്യാറാക്കണം. തോമസിന്റെ കൂട്ട് കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ, ഇനി ജോലി തന്നാലേ ആരാധനയ്ക്ക് വരത്തുള്ളൂ, ഇങ്ങനെ സമരമൊന്നും ചെയ്യരുത്. സ്വതം തന്നാലും ഇല്ലെങ്കിലും വിടുവിച്ചാലും ഇല്ലെങ്കിലും എനിക്കിതൊന്നുമല്ല വിഷയം, രക്ഷിച്ചല്ലോ, അതിക്കുള്ളിനി എന്തോ തരാന്, ജീവനെ തന്നല്ലോ, രക്തം മുഴുവൻ ഊറ്റി തന്നല്ലോ, അതിക്കുള്ളിനി എന്നാ കർത്താവ് തരേണ്ടത്? അതിനകത്തൊരു തൃപ്തി വേണം, അതിനകത്തൊരു സന്തോഷം വേണം. എന്നിട്ട് പറയാം, കർത്താവ് ജീവനെ തരാൻ മടിയില്ലാത്ത കർത്താവിന് എനിക്കൊരു സിയോയിസ് തരുന്നതിനകത്ത് യാതൊരു വിഷയമില്ല, എനിക്കൊരു ജോലി തരുന്നതിനകത്ത്, ഈ ദേശത്തൊരു വഴി തുറക്കുന്നതിനകത്ത് എൻ്റെ കർത്താവേ അങ്ങ് ശക്തനാണെന്ന് നിങ്ങൾ അങ്ങോട്ട് വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് സ്ഥിരതപ്പെടും. വിശ്വാസത്തിൽ, ആത്മീകത്തിൽ, ആരാധനയിൽ, വിശുദ്ധ ജീവിതത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യങ്ങളോടൊന്ന് വായിച്ചു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും ആകുന്നു. പൗലോസിന്റെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകതയാണ്. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരുടെ രക്ഷയ്ക്കും ആശ്വാസത്തിനും. ഇത് അല്പം ബുദ്ധിമുട്ടാണ്. നമ്മൾ പരമാർത്ഥതയോടെ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ചിലരെ രക്ഷിക്കേണ്ടതിന്, ചിലരെ ഉറപ്പിക്കേണ്ടതിന്, ചിലരെ നേടിയെടുക്കേണ്ടതിന് പ്രതിസന്ധിക്കോടെ കടന്നു പോകും. കല്ലേറുകൾ കടന്നു വരും, തെറ്റിദ്ധാരണകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുകൾ കൊണ്ടൊക്കെയുള്ള പോരാട്ടം കടന്നു വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അകന്നു പോകും. ഈ പരിപാടിക്ക് ഞാനില്ല, നീ എന്നെ മേലാൽ വിളിച്ചേക്കരുത്, ഞാൻ എൻ്റെ വീട്ടിലെ കാര്യവും അവിടുത്തെ കാര്യമൊക്കെ വിട്ടിട്ട് ഇങ്ങനെ നടന്നിട്ട് ഇതാണോ എന്നൊക്കെയുള്ള ചിന്ത വരുമ്പോഴത്തേക്ക് നാം പതുക്കെ പുറമ്പോട്ട് പോകും, സ്ഥിരത നഷ്ടപ്പെട്ടു പോകും, ഉത്സാഹം നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ എന്ന് ഓർത്തോണം. നാം ചിലത് കഷ്ടം അനുഭവിക്കുന്നത് എന്തിനു വേണ്ടിയാ? ചിലരുടെ ആശ്വാസത്തിന് വേണ്ടി, ചിലരുടെ രക്ഷയ്ക്ക് വേണ്ടി, ചിലരെ ക്രിസ്തുവിൽ വളർത്തേണ്ടതിന് വേണ്ടി പെയിൻ അനുഭവിക്കണം. ഇത് അനുഭവിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യും? കർത്താവ് പതുക്കെ ആ ട്രെയിനിങ് പ്രോസസ്സിലൂടെ എന്ത് ചെയ്യും? കടത്തിവിടും. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീക്ക്നെസ് കർത്താവിന് അറിയാം. അതനുസരിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് നൽകി തരും. സിലബസ് വേറെയാണ് കേട്ടോ, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കർത്താവ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഓർത്തോണം, എന്തെങ്കിലും പ്രതിസന്ധിക്കാതെ കടന്നു വന്നെങ്കിൽ ഓർത്തോണം, ഇത് എനിക്ക് പഠിക്കാനുള്ള സിലബസാണ്, ഇത് പഠിക്കേ പറ്റത്തുള്ളൂ. ഇത് പഠിച്ച് നമ്മൾ പാസ്സാകും, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് സ്തോത്രം. പൗലോസ് പറയുന്നത് ഞങ്ങൾ കഷ്ടം സഹിക്കുന്നു, അത് ദുഃഖത്തോടല്ല പറയുന്നത്, നിങ്ങളുടെ ആശ്വാസത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഇതൊക്കെയാണ്. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ സഹിഷ്ണുത, ആ സ്ഥിരത നമുക്ക് വേണം. സഹിക്കാൻ പേഷ്യൻ്റായിട്ട് നിൽക്കണം. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കത്തില്ല. ഇതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് കടത്തിവിടുന്ന ടെസ്റ്റിങ്ങിലൂടെയാണ് ഒരാത്മീയൻ നമ്മൾ ഡിവൈൻ നേച്ചറിലോട്ട് മാറുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. ഈ ആത്മസ്വഭാവത്തിനകത്തുള്ളതാണ് സ്ഥിരത. ചീത്ത വിളിച്ചാലും സ്തോത്രം, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും എന്ത് കേട്ടാലും
പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ലെന്ന് പറഞ്ഞ പോലെ തിരിച്ചോട്ടങ്ങ് നിൽക്കുക, സ്വത്രം പറഞ്ഞ് നിൽക്കുക. അഭിസ്വത്രം എന്തെങ്കിലും അധികം ഭാരമുണ്ടെങ്കിൽ ഇരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചത് മുഴുവൻ അങ്ങോട്ട് വിടുക. ഫോൺ വിളിച്ച് നാട്ടുകാരെ വീട്ടുകാരെ എല്ലാം അറിയിച്ച് ബഹളം ഉണ്ടാക്കാതെ അമിസ്തോത്രല്ലോയ ഈ സിലബസ് എന്ന പഠിപ്പിക്കുന്ന നമ്മളെ ട്രെയിൻ ചെയ്യുന്ന നല്ല ട്രെയിനറായ പരിശുദ്ധാത്മാവിന്റെ കരുത്തിലോട്ട് സകലതും വിട്ടുകൊടുത്ത് മൈൻഡ് ഫ്രീ ആക്കി കർത്താവ് ഇന്ന് നൽകിത്തുന്ന നല്ല ടെസ്റ്റിനായി സ്തോത്രം. നല്ല ടെസ്റ്റിനായി സ്തോത്രം. ഇന്ന് ഈ ഒരു വ്യക്തിയെ എൻ്റെ ക്ഷമ പഠിപ്പിക്കാൻ, എൻ്റെ ക്ഷമ തൂക്കി നോക്കാൻ ഇന്ന വ്യക്തി ഉപയോഗിച്ചതിനായി സ്തോത്രം. എൻ്റെ സൗമ്യത ടെസ്റ്റ് ചെയ്യാൻ ആ വ്യക്തിയെ ഇന്ന് വിട്ടതിനായി സ്തോത്രം. നിങ്ങളാരും പറയത്തില്ലേലും ഇത് കേൾക്കുന്നവരൊക്കെ എന്ത് ചുമ്മാ ഒന്ന് സ്തോത്രം ചെയ്ത് 2024 ദൈവം ഉപയോഗിച്ചവരെ എല്ലാവരും സ്തോത്രം ചെയ്ത്. എന്തോ ഉപയോഗിച്ചവരെയാ നിങ്ങളെ ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രം സത്യം പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതാ, പക്ഷെങ്കിൽ ഒന്നും പറയാതെ വായടച്ചു വെച്ചില്ലേ. അവിടെ നിങ്ങൾ പാസ്സായി, ടെസ്റ്റ് പാസ്സായി. ആ വ്യക്തിക്കായിട്ട് സ്തോത്രം പറഞ്ഞ് ഹൃദയം നിറഞ്ഞ് പറയോ മക്കളെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ പണ്ടത്തെ സ്വഭാവമായിരുന്നെങ്കിൽ പക്ഷെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്തു? അപ്പൊ ഓർത്തോണം, കർത്താവേ ആ വിഷയത്തിനൊരു ജയം തന്നതിനായി സ്തോത്രം. അപ്പം നമ്മളെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉപയോഗിക്കണ്ടേ? അപ്പം സ്ഥിരത ഇപ്പൊ ഡിവൈൻ നേച്ചറിലോട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം ഏറെ കൂടുതൽ കിട്ടും കേട്ടോ. നമ്മൾ ഡിവൈൻ നേച്ചറിലോട്ട് കയറാൻ ആഗ്രഹിക്കുമ്പോൾ ഓർത്തോണം അയ്യോ ടെസ്റ്റ് ചെയ്ത് പാസ്സാക്കണ്ടേ. ഓരോന്ന് നമ്മൾ ക്ഷമയുണ്ട്, ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ക്ഷമയുണ്ടെന്ന് അറിയണ്ടേ? ക്ഷമയുണ്ടെന്ന് അറിയാനായിട്ട് അതിന് പറ്റിയ ഒരു വിഷയത്തെ എന്ത് ചെയ്യും? അന്നേരം അറിയാൻ ക്ഷമയുണ്ടോ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും കർത്താവ് ഒന്നുകൂടെ റീടെസ്റ്റ് ചെയ്യിപ്പിക്കും. സൗമ്യത, എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഈ ഓരോ വിഷയം നമ്മൾ ഓർത്തോണം. ഇന്നത്തെ ടെസ്റ്റ് ആരെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ആ വ്യക്തിയോട് പിണങ്ങാതെ, ആ വ്യക്തിയോട് ദേഷ്യപ്പെടാതെ, ഈ വ്യക്തിയെ അയച്ച ദൈവത്തിന് മുൻപായി കർത്താവെ നല്ല ടെസ്റ്റ് പറയുന്നത് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫായിരുന്നൊക്കെ പറയുന്നത് ഇത് അങ്ങോട്ടങ്ങ് പറഞ്ഞാൽ മതി. കർത്താവ് എന്ത് ചെയ്യും? കരയോർത്തുനിന്ന് കർത്താവിന് മഹത്വം കൊടുത്ത്. അതുകൊണ്ട് ഈ 2024 ഉപയോഗിച്ചവരെല്ലാം ഓർത്ത് എന്ത് ചെയ്യണം? ഇരുന്ന് ഒരു 10 സ്തോത്രം പറയണം. കർത്താവേ ഇങ്ങനെയൊക്കെയാണ് കർത്താവ് നമ്മളെ ഒരുക്കിയെടുക്കുന്നത്. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ച്, അപ്പോൾ മറ്റുള്ളവരുടെ രക്ഷയ്ക്കും ആശ്വാസത്തിനും ഈ സഹിഷ്ണുത, ഈ നമ്മളെ വിശ്വാസത്തിൽ ദൈവകൃപയിൽ സ്ഥിരത അത് ഭയങ്കരമാണ്. നമ്മുടെ കാര്യത്തിൽ ചിലപ്പം എന്തെങ്കിലും ചെറിയ വിഷയമുണ്ടെങ്കിൽ അന്ന് ആരാധന കാണത്തില്ല, അന്ന് കയ്യടി കാണത്തില്ല, അന്ന് സ്തോത്രം പറയത്തില്ല. ആ മിശ്രത്തിൽ അന്ന് ആകപ്പാടെ മൂകതയായിരിക്കും. കാരണം എന്താ? എന്തോ ഒരു വിഷയം ഇതുവഴി എന്തോ വന്നു. സ്തോത്രമല്ല. പിന്നെ അതിൻ്റെ ഒരു 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 കുറച്ച് ദിവസം എടുക്കും അതൊന്ന് ശരിയായി ചെയ്യാൻ. അതൊന്ന് ശരിയായ ഒരു ഫുൾ സ്വിങ് വരുമ്പോഴത്തേക്ക് അടുത്ത വിഷയം കയറി വരും. അപ്പോഴത്തേക്ക് 2 ആഴ്ചത്തേക്ക് എന്ത് ചെയ്യും? അപ്പൊ അതാണ് നമ്മൾ സ്ഥിരതയില്ല. ആലയത്തിൽ കടന്നു വരുമ്പോൾ, ആരാധനയ്ക്ക് വരുമ്പോൾ കേട്ടതും കണ്ടതും എല്ലാം എടുത്ത് മാറ്റിട്ട് എന്ത് ചെയ്യണം? അയ്യോ ആ ക്രൂശിന്റെ ചുവട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളും കർത്താവുമോ അവിടെ വിഷയം. സ്തോത്രം. അവിടെ കേട്ടതും കണ്ടതും ഒക്കെ എടുത്ത് എറിഞ്ഞു കളഞ്ഞിട്ട് അതിലും വലുത് നമുക്ക് വേണ്ടി ചെയ്ത കർത്താവിനെ എന്ത് ചെയ്യണം? എല്ലാം മറന്ന് ആത്മാവിൽ ആരാധിച്ച് ആ ഭാരത്തെയും ആ വേദനയും പ്രതിസന്ധിയും ഒക്കെ എടുത്ത് കളഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന്, ജോലി സ്ഥലത്തു നിന്ന് കേട്ടത്, ഹരാസ്മെന്റ്, തിക്ത അനുഭവങ്ങൾ, ഒറ്റപ്പെട്ടത്, ഇതെല്ലാം ഹൃദയത്തിനകത്തുണ്ട്. പക്ഷെങ്കിൽ ക്രൂശിന്റെ ചുവട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച, നമ്മളെ സ്നേഹിച്ച കർത്താവിന്റെ ആ സ്നേഹവും അതൊക്കെ എന്നോട് ഓർത്ത് ആത്മാവിൽ ആരാധിച്ച് ജയമെടുത്ത് ദൈവസ്ഥൽ മുൻപോട്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വിഷയവും നിങ്ങളുടെ ആരാധനയെ, നിങ്ങളുടെ പ്രാർത്ഥനയെ, നിങ്ങളുടെ ഭക്തിയെ, ദൈവകൃപയെ തൊടുവാനിടയാകരുത്. സ്തോത്രം എന്നുള്ള. അതുകൊണ്ടാണ് സ്ഥിരത. നമുക്ക് ഇത് കൂട്ടണം, ഇത് വർദ്ധിപ്പാനിടയായി തീരണം. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലോട്ട് വന്നാട്ട് 3 വാക്യം വായിച്ച്. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന് ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. എന്നിട്ട് ഒരു വലിയ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യമാണ് ബഹുസഹിഷ്ണുത. സഹിഷ്ണുതയല്ല, ബഹുസഹിഷ്ണുത. എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം സഹിച്ചത്? ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന്. മറ്റുള്ളവർ പറയരുത് നീയാണോ ഒരു ആത്മീയൻ,
നീയാണോ ഒരു ശുശ്രൂഷകൻ, നിങ്ങളാണോ പ്രാർത്ഥിക്കുന്നവനെന്ന് ചോദിച്ച് ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ. സാധ്യതകളുണ്ട്, നമ്മൾ മനുഷ്യരല്ലേ, പറഞ്ഞു പോകും, സംസാരിച്ചു പോകും, ഇടപെട്ടു പോകും. പക്ഷെങ്കിൽ ഒന്നിലും ഒരു ഇടർച്ച, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഒരു പ്രയാസം ഉണ്ടാകരുത് എന്നൊരു തീരുമാനമെടുത്ത്. കാരണം ദൈവം ദയ തോന്നി കൃപ തോന്നി ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. അത് പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മുടെ അകത്തുണ്ട്. ദൈവം ഇതെല്ലാം തിരിച്ചെടുത്ത നമ്മുടെ അവസ്ഥ ഓർത്തു നോക്കി. അപ്പം ദൈവം കൃപ തോന്നി ദയ തോന്നി തന്ന ആ ശുശ്രൂഷയ്ക്ക് വില കൊടുക്കുന്നവർക്ക് ഈ രീതിയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ദൈവം ഏൽപ്പിച്ച ദൈവിക ശുശ്രൂഷകൾ, നമ്മുടെ മേലുള്ള ദൈവിക വിളി, നമ്മളിലൂടെ കർത്താവ് ചെയ്യാൻ പോകുന്ന ദൈവിക പദ്ധതികൾ, നിങ്ങളെ ഏൽപ്പിച്ച ഓരോ സ്ഥാനങ്ങൾ, ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ദൈവം ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിന് ആക്ഷേപം വരുന്നത് ഒന്നിലും വരാതിരിക്കേണ്ടതിനും ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ. ഇതൊരു നമ്മൾ സ്വയം തീരുമാനിക്കണം. ഞാനായിട്ടൊരു ഇടർച്ച ഉണ്ടാക്കത്തില്ല, ഞാനായിട്ടൊരു പ്രതിസന്ധിയിലോട്ട് പോകത്തില്ല. അതിനെന്ത് വേണം? സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി അവർ പറയാണ്, ഞങ്ങൾ ആരാണ്? ദൈവത്തിന്റെ പ്രതിനിധികളാണ്, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. സ്കൂളിലാണേലും കോളേജിലാണേലും യൂണിവേഴ്സിറ്റിയിലായാലും എവിടെയെല്ലാം നിങ്ങളെ ദൈവം ആക്കുന്ന ജോലി സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ വെളിപ്പെടുത്തണം നിങ്ങൾ ആരാണ്. ദൈവത്തിൻ്റെതാണ്, ദൈവത്താൽ ജനിക്കപ്പെട്ടവനാണ്, വചനത്താൽ ജനിച്ചവനാണ്, പരിശുദ്ധാത്മാ ഉള്ളിലുള്ള ദൈവത്തിന് മന്ദിരമാണെന്നുള്ള ബോധ്യം ഒരിക്കലും മറക്കരുത്. നിങ്ങൾ അത് അങ്ങനെ തന്നെ വെളിപ്പെടുത്തണം. ജോലി ചെയ്തോ, നിങ്ങളെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തോ, പക്ഷെങ്കിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യണം നിങ്ങൾ ആരാന്നുള്ളത്. സ്ഥലമാണ് അത്. പക്ഷെങ്കിൽ അതിനെന്ത് വേണം? ബഹുസഹിഷ്ണുത, മച്ച് പേഷ്യൻസ്, ഒരുപാട് സഹിഷ്ണുത ആവശ്യമാണ്. ഇന്ന് രാത്രികാലം പ്രിയരെ, ഇപ്പോൾ ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടാളിയായി തീരുമ്പോൾ വിശ്വാസത്തോടുകൂടി വീര്യത്തോട് പരിജ്ഞാനം, ഇന്ദ്രിയയുടെ സ്ഥിരത, ഇത് കൂട്ടാനാ പറഞ്ഞത്. ഇത് വർദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പറഞ്ഞ രണ്ട് പറയുന്ന അവസ്ഥയൊക്കെ മാറണം. നമ്മുടെ ഹല്ലേലൂയ ഈ കോപത്തിന്റെ റേഞ്ചൊക്കെ കുറഞ്ഞു വരണം. എവിടെയൊക്കെയാണോ പിശാച് ജയം എടുക്കുന്നത് അതെല്ലാം മാറിയിട്ട് അല്പം കൂടെ സഹിപ്പാൻ, അല്പം കൂടെ സൗമ്യത പാലിപ്പാൻ, അല്പം കൂടെ ക്ഷമയോടെ നിൽപ്പാൻ, സ്ഥിരതയോടെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് ആ ഡിവൈൻ നേച്ചറിലോട്ട് നാം മാറുമ്പോൾ ഇതെല്ലാം കൂടുവാനായിട്ടിടയായിത്തീരും, ഇതെല്ലാം വർദ്ധിച്ചു വരുവാനിടയായിത്തീരും. ഒരുപാട് കാര്യങ്ങൾ താഴോട്ട് എഴുതിയിട്ടുണ്ട്, അത് മുഴുവൻ വായിക്കുവാനായിട്ട് സമയമില്ല. സ്തോത്രം. അതൊക്കെ നിങ്ങളൊന്ന് ശാന്തമായിട്ട് വായിച്ചു നോക്കിയാൽ ഓർത്തോണം, ഒരു ദൈവവൈതൽ എന്തെല്ലാം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. അവരൊക്കെ ദൈവം ശക്തമായിട്ട് അവരെയൊക്കെ ഉപയോഗിച്ചത് കേട്ടോ, വെറുതെ ആത്മാവന്നങ്ങ് ചെയ്തതല്ല. അവർ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു. അവരൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് അവരെല്ലാം കർത്താവ് ശക്തമായിട്ട് എന്ത് ചെയ്തത്? ഉപയോഗിച്ചത്. സ്തോത്രം. ഞാൻ ആ ഭാഗം പറഞ്ഞങ്ങനെ അങ്ങ് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം കൂടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രത്യാശയുടെ സ്ഥിരതയും ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാവുമായ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി താഴോട്ട് ഒരുപാട് വായിക്കുന്നുണ്ട്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാശയെക്കുറിച്ചൊരു സ്ഥിരത. സ്തോത്രം. ഓട്ടത്തിനൊരു സ്ഥിരത വേണം, വാക്തത്വം പ്രാപിപ്പാൻ നമുക്ക് സ്ഥിരത വേണം. ഹല്ലേലൂയ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ഥിരതയെ പറ്റി പറയുവാണെങ്കിൽ 2 ആഴ്ച നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാം ഷോർട്ടായിട്ട് കുറച്ചൊക്കെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. വാസ്തവത്തിൽ നമുക്ക് സ്ഥിരതയുണ്ടോ? വാസ്തവമായിട്ട് നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്? പ്രതിസന്ധിക്കകത്ത് വെല്ലുവിളിക്കകത്തൊക്കെ കടന്നു വരുമ്പോൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് വാടിപ്പോകുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ദൈവത്തെ സംശയിച്ചു പോകുന്നുണ്ടെങ്കിൽ,
അല്ലെങ്കിൽ ഇന്ന് രാത്രി അതെല്ലാം ദൈവത്തോട് പറയാം, കർത്താവേ എനിക്ക് സ്ഥിരത ആവശ്യമാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡ് സെറ്റ് മാറിപ്പോവുകയാണ്. വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ വീണ്ടും വീണ്ടും അടയപ്പെടുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലായിരിക്കും. ഞാൻ എവിടെയൊക്കെ സംശയിച്ചു പോകുന്നുണ്ട്. കർത്താവേ എൻ്റെ ആ അവസ്ഥയൊന്ന് മാറിയിട്ട് എന്തു വന്നാലും എന്തെങ്കിലും ലഭിക്കുന്നു എന്നുള്ളതല്ല, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഒരു സ്ഥിരത വേണമെന്ന് ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് എല്ലാ ദൈവം നമുക്കൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എൻ്റെ വിശ്വാസ ജീവിതത്തിനകത്ത് സ്ഥിരത വേണം. ഒരിക്കലും കർത്താവിനെ സംശയിക്കരുത്, ഒരിക്കലും വചനത്തെ സംശയിക്കരുത്, ഒരിക്കലും വാക്തത്വങ്ങളെ സംശയിക്കരുത്. ആ ഒരു ബോൾഡ്നസ്, ആ ഒരു ബഹുസഹിഷ്ണുത, ആ ഒരു സ്ഥിരത പകരണം. പെട്ടെന്ന് ഞാൻ തീരുമാനങ്ങളെ മാറ്റും, പെട്ടെന്ന് അല്ലെങ്കിൽ റോങ് ഡിസിഷനിലോട്ട് എൻ്റെ മനസ്സ് പോകും. കർത്താവേ അത് എൻ്റെ സ്ഥിരതയില്ലായ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് രാത്രിയിൽ തിരുവെഴുത്തിന് മുൻപിൽ ഒന്ന് ഏൽപ്പിച്ചിട്ട് പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്ക് അല്പം കൂടെ ആ മേഖലകളിൽ വർധനവ് വേണം. ഹല്ലേലൂയ. ചില മേഖലകളൊക്കെ ഞാൻ ഉറച്ചില്ല, പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ ഞാൻ ക്ഷീണിച്ചു പോകുന്നുണ്ട്, ഞാൻ വാടിപ്പോകുന്നുണ്ട്. വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിനെ ഞാൻ വിശ്വസിക്കും, എന്നാലും ചില ചിന്തകളുടെ മുൻപിൽ ഞാൻ വാടിപ്പോകുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ കർത്താവേ ഹല്ലേലൂയ ആ സ്ഥിരത വർദ്ധിക്കണം. ഹല്ലേലൂയ. ഉറച്ചു നിൽക്കുക. ആടുന്ന അവസ്ഥ മാറി, സംശയിക്കുന്ന അവസ്ഥ മാറി, എല്ലാം നന്മയ്ക്കായി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നുള്ള ആ ഒരു ധൈര്യം കർത്താവേ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേൽ ആ സ്ഥിരത വെളിപ്പെടട്ടെ. ക്ഷീണിക്കുന്ന, പെട്ടെന്ന് വാടിപ്പോകുന്ന, പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്ന, പെട്ടെന്ന് തളർന്നു പോകുന്ന അന്തരീക്ഷങ്ങൾ മാറി ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുവാൻ, ധൈര്യപ്പെടുവാൻ, ബലപ്പെടുവാൻ കൃപ കൊടുക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ കരവരുത്തി കർത്താവിന്റെ മഹത്വം കൊടുത്താട്ട്. അപ്പൊ ശ്രദ്ധിച്ചാട്ട്, സ്ഥിരത നിങ്ങളിത് പ്രാർത്ഥിക്കണം. നിങ്ങളത് എക്സസൈസ് ചെയ്യണം, വചനം വായിക്കണം. കർത്താവ് കൃപ പകരും കേട്ടോ. ഇഷ്ടം ഞാൻ അങ്ങനെ പറഞ്ഞത് വിടുകയാണ്. അടുത്ത ഭാഗത്തോടെ വന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇത് ഒരുപാട് ആഴ്ചകൾ ഇങ്ങനെ അങ്ങ് പോകും. അപ്പൊ സ്ഥിരത, അപ്പൊ വിശ്വാസത്തോടെ ഇതെല്ലാം ആഡ് ചെയ്യാൻ അവർ ഇരിക്കുന്നു. വീര്യത്തോടെ പരിജ്ഞാനം, ഇന്ദ്രജയം, ഇന്ദ്രജയത്തോടെ സ്ഥിരതയോടെ ഭക്തിയും എന്ത് ചെയ്യണം? കൂട്ടണമെന്നാണ് നമ്മൾ വായിച്ചത്. ഭക്തി. ഈ ഗോഡ്നെസ് എന്ന് പറഞ്ഞാൽ, ഭക്തി എന്ന് പറഞ്ഞാൽ റെവറൻസ് ടുവേഴ്സ് ഗോഡ്, ദൈവത്തോടുള്ളൊരു ഭയം, ദൈവത്തോടുള്ളൊരു ബഹുമാനം. ഭക്തി എന്ന് പറയുമ്പോൾ ദൈവത്തെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിക്കണം, ഈ ഒരു ആഗ്രഹമാണ്, ഈ ഒരു ഏർജാണ് ഒരു മനുഷ്യനെ ഭരിക്കുന്ന ഒരു ആത്മീയൻ. ഭക്തി എന്ന് പറയുന്നത് ദൈവം വെറുക്കുന്ന എല്ലാറ്റിൽ നിന്നും ഒഴിവാകും. എന്ത് ചെയ്താലും ദൈവപ്രസാദം എന്നുള്ള ഒരു ചിന്ത മനുഷ്യനെ ഭരിക്കും. അവർക്ക് മാത്രമേ ഈ ഭക്തിയോടെ ജീവിക്കാനായിട്ട് പറ്റൂ. അവരുടെ ഹൃദയത്തിനകത്തെ ചിന്ത മനുഷ്യനല്ല വിഷയം, മനുഷ്യനെ കാണിക്കാനല്ല, ദൈവത്തോടുള്ള ആ സ്നേഹം, ബഹുമാനം, ഭയം, ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ജീവിതമാണ് ഭക്തി. ഇത് വർദ്ധിക്കണമെന്നാണ് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികൾ വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ടും കാത്തിരിക്കുന്നു. പ്രിയരെ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരുപാട് ഉപദേശങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും മനുഷ്യനെ പറ്റിക്കുന്ന, മനുഷ്യനെ തെറ്റിച്ച് കളയുന്ന ഒത്തിരി വിഷയങ്ങൾ കയറി ഇറങ്ങുന്നുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, ആത്മാക്കളെ നിങ്ങൾ വിവേചിക്കണം, ഏത് ആത്മാവാണുള്ള ദൈവമക്കൾ തിരിച്ചറിയണം. അപ്പൊ ശ്രദ്ധിച്ച്, ഈ മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുന്ന ഭൂമി കത്തി 7 ദിവസം കടന്നു വരും. അതുകൊണ്ട് എന്താണ്? എത്ര വിശുദ്ധ ജീവനോ ഭക്തിയുള്ളവരായിരിക്കണം.
ആമേൻ. ഇന്നലത്തെ ഭക്തി പോരാ, ദൈവസ്നേഹം പോരാ, ദൈവ ഭയം പോരാ, ദൈവത്തെ പ്രസാദിച്ചത് പോരാ. നമ്മുടെ അകത്ത് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവൻ വളരെ ശ്രദ്ധിക്കണം. വൈകവേളയിൽ നാം നമ്മളെ തന്നെ ഇരിക്കണം. കർത്താവേ, ഇതെന്റെ പ്രവർത്തികൾ, സംസാരിച്ചത്, ഇടപാടുകൾ, ദൈവത്തിന്റെ ആത്മാവ് ദുഃഖിച്ചത് കണ്ടെത്തി മാക്സിമം അവൻ ദൈവഭയത്തോടെ ജീവിക്കുക. ഇത് ദൈവം നമ്മളെ പറ്റി. ഇന്ന് നഷ്ടപ്പെട്ടു പോയെന്നേ, ഭക്തിയില്ല, നഷ്ടപ്പെട്ടു പോയി ഭക്തിയുടെ വേഷം. ആമേൻ. 1 തീമോത്തിയോസ് 2 തീമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 1 വാക്യം വായിച്ചാട്ട്. 3-ാം അധ്യായം അന്ത്യകാലത്ത് 2 തീമോത്തിയോസ് 3:1 മുതലാണ്. പെട്ടെന്ന് ഞാൻ നിർത്താം, ഒരു 10 മിനിറ്റോടെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യ സ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദുഷ്കന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധന്മാരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാർഷ്ട്യക്കാരും നിഗളുകളുമായി ദൈവഹിതമില്ലാതെ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ആമേൻ. തിരുവെഴുത്ത് വളരെ ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അന്ത്യകാലത്ത് ഒരുപാട് ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാണ് ദൈവപ്രിയമില്ല, ദൈവസ്നേഹമില്ല, ദൈവത്തോട് ബഹുമാനമില്ല, ദൈവത്തോടൊരു പ്രതിബദ്ധതയുമില്ല. ആമേൻ. സ്തോത്രവും വരുന്നതും ഇരിക്കുന്നതും പാടുന്നതും ആരാധിക്കുന്നതും കൊട്ടുന്നതും ഒക്കെ കണ്ടാൽ ചില സമയത്ത് സങ്കടം തോന്നാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവപ്രിയമില്ല. നമ്മൾ ആരെ ആരാധിക്കുന്നേ? നമ്മൾ ആരെ സേവിക്കാനാണ് വന്നിരിക്കുന്നത്? അതിൽ നമ്മുടെ ഓഡിയൻസ് ആരാണ്? ഹല്ലേലൂയ. ദൂതന്മാരും ദൈവ സാന്നിധ്യവും ദൈവത്തിന്റെ സ്തുതികളുടെ അധിവസിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്ന രീതികളെല്ലാം മാറി. അമിഷ്ടത്തിലും കുഞ്ഞുങ്ങളാണേലും വലിയവരാണേലും ഈ ഭക്തിയെല്ലാം നഷ്ടപ്പെട്ട ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ദൈവപ്രിയം ഇല്ലാത്തവരായിട്ട് ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിച്ച് കളയുകയാണ്. ഭക്തിയുടെ വേഷം കെട്ടാണ് ഇന്ന് മുഴുവൻ കാണുന്നത്. ഭക്തി സാത്താനോ വെളിച്ച ദൂതന്റെ വേഷം കെട്ടും. നമുക്കറിയത്തില്ല നല്ലതാണോ, കണ്ടാലെല്ലാം ആത്മീകരായിട്ട് തോന്നും. ഈ ക്രിസ്തുവിന്റെ യൂണിഫോം ധരിച്ച്, ക്രിസ്ത്യാനിറ്റിയുടെ യൂണിഫോം ധരിച്ച്, വിശ്വാസിയുടെ യൂണിഫോം ധരിച്ച് അവൻ സ്തോത്രം പാപത്തിൽ ജീവിക്കുന്ന, ലോകത്തിൽ ജീവിക്കുന്ന, എവിടെയൊക്കെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം സമൂഹത്തിന് നടുവിലാണ് നമ്മൾ ഇന്ന് ഈ ബൈബിൾ സ്റ്റഡി നടത്തുന്നത്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, വഞ്ചിക്കപ്പെട്ടു പോകല്ലേ. നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചോണം, കർത്താവ് ഞങ്ങൾ ആരാലും വഞ്ചിക്കപ്പെടരുത്, ആരാലും ബന്ധിക്കപ്പെടരുത്, ഭോഷ്കിന്റെ ആത്മാവിന്റെ ദൂത് കേൾക്കരുതേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോണം. വഞ്ചനയുടെ ആത്മാവിന്റെ ഒരു പ്രസംഗം കേൾക്കാൻ അങ്ങ് അനുവദിക്കല്ലേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവാത്മാവിന്റെ അല്ലാത്ത ഒരു കൂട്ടായ്മയ്ക്ക് പോകാൻ ദൈവമേ നീ അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കണം. കേൾക്കുമ്പോൾ ഉണർവും വിടുതലും സൗഖ്യവും ഭയങ്കര സംഭവം നമ്മുടെ മനസ്സൊക്കെ അങ്ങ് പിടിച്ചെടുക്കും. പക്ഷെ ഒരു വാക്ക് പ്രാർത്ഥിച്ചോണം, ദൈവാത്മാവിന്റെ അല്ലാത്തത് അതിലോട്ട് ഞങ്ങൾ പോകരുത്, ഞങ്ങളുടെ മൈൻഡ് ബൈൻഡഡ് ആകരുത്. സോഷ്യൽ മീഡിയ നോക്കാം, നമുക്ക് ഇഷ്ടം പോണൊക്കെ മെസ്സേജുകളുണ്ട്. പ്രാർത്ഥിച്ചു, ഒരു വാക്ക് പ്രാർത്ഥിച്ചോണം. മെസ്സേജുകൾ കേട്ടോ, ഞാനതിനൊന്നും എതിരല്ല, പക്ഷെ ഒരു വാക്ക് പ്രാർത്ഥിച്ചോണം. ദൈവാത്മാവിൻ്റെ അല്ലാത്ത, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമില്ലാത്ത ഒരു ശുശ്രൂഷയും ഒരു കൂട്ടായ്മയും ഒരു മെസ്സേജും കേൾക്കുവാനും അവരുമായി കണക്റ്റഡ് ആകുവാനും ഇടയാകല്ലേ എന്ന് എൻ്റെ പൊന്നു ദൈവ മക്കളെ നിങ്ങൾ പ്രാർത്ഥിച്ചു. ഒത്തിരി ദൂത് കേട്ടില്ലേലും പ്രിയരെ, ഭക്തി നഷ്ടപ്പെടാതെ വല്ലവിധേനേ നമുക്ക് നിത്യതയിലെത്തണം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. നമ്മൾ തന്നെ പറയും, ഇവിടെ എന്തോ ഇരിക്കുന്നത്, അത് നോക്ക്, അവിടെ നോക്ക്, ഇവിടെ പോകാം. നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഭക്തിയുടെ വേഷം കെട്ട് ഒത്തിരിയുണ്ട്, തെറ്റിച്ച് കളയുന്ന ഒത്തിരി വിഷയങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട്. കപട ഭക്തിക്കാരെ പറ്റി ഒരു കപട ഭക്തിക്കാരെന്നാ പറയുന്നത്.
മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ കപടഭക്തിക്കാർ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവർ, നിങ്ങൾക്ക് ആ കഷ്ടം. വെള്ള തേച്ച ശവക്കല്ലകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമോ ചത്ത അസ്ഥികളും സകലവിധ അശുദ്ധി നിറഞ്ഞിരിക്കുന്നു. വെള്ള തേച്ച ശവക്കല്ലറ പുറമെ നോക്കുമ്പോൾ നല്ല വെള്ളയാണ്, മിനുക്കമാണ്, മിനുസമാണ്. അകമെന്താണ്? ആമേൻ, സ്തോത്രം. ഇത് വലിയ ട്രാപ്പാ കേട്ടോ, വലിയ ട്രാപ്പാ. ഭക്തിയുടെ വേഷം കെട്ടി ശക്തിയെ ത്യജിച്ച ഒരു കൂട്ടമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ആമേൻ. മത്തായിയുടെ സുവിശേഷം 7:5 പറയുന്നു, 7:15 വായിക്കുന്നു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിപ്പീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു ചീർന്ന ചെന്നായ്ക്കളാകുന്നു. കള്ളപ്രവാചകന്മാരുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം, വീണുപോകരുത്. യെശയ്യാ പ്രവചനം, ആമേൻ, സ്തോത്രം. യെശയ്യാ പ്രവചനം 29-ാം അധ്യായം 13-ാമത്തെ വാക്യം, ഈ ജനം അടുത്തു വന്ന് വായ കൊണ്ട് അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക കൽപ്പനയത്രേ. ഹൃദയത്തിനകത്തൊന്നുമില്ല. പാട്ട് പാടുന്നു, അവൻ സഭായോഗമായോണ്ട് വരുന്നു, കൈകൊട്ടുന്നു, ആരാധിക്കുന്നു, സങ്കീർത്തനം വായിക്കുന്നു. ഹൃദയത്തിന്റെ അകത്തുനിന്ന് ദൈവവുമായിട്ടൊരു കണക്ഷൻ ഇല്ലെന്ന്. അമിസ് വെറുതെ പാടി വെറുതെ ആരാധിച്ചു പോകുന്ന ഒരു വലിയ കൂട്ടമുണ്ട്. എന്നാൽ ഇത് രാത്രികാല പൊന്നുകൂടെ പറയേ, ഭക്തിയുടെ വേഷമല്ല വേണ്ടത്, ശക്തിയുള്ള ഒരു ഭക്തിയുണ്ട്. അമിസ് ഇത് വർദ്ധിക്കണം, ഇത് കൂട്ടണം. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഡിവൈൻ നേച്ചറിലോട്ട് നാം യാത്രയാകുമ്പോൾ ഭക്തി അറിയാതെ വർദ്ധിച്ചു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായി തീരും. ദൈവികമല്ലാത്ത ചെറിയ കാര്യം പോലും സംഭവിക്കുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ അതരങ്ങൾ നാം നമ്മളെ തന്നെ സൂക്ഷിക്കും. എല്ലാ മേഖലകളിലും ദൈവഭക്തിക്കൊത്തവണമുള്ള നിലയിൽ നാം അറിയാതെ മാറ്റപ്പെട്ടു പോകും. ഇത് കൂട്ടണം, ഇത് വർദ്ധിക്കണമെന്നാണ് ആമേൻ നമ്മളെ പറ്റി കർത്താവ് ആഗ്രഹിക്കുക. തീത്തോസിലെ ലേഖനം 1-ാം അധ്യായയുടെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നെങ്കിലും പ്രവർത്തികളാൽ അവരെ നിഷേധിക്കുന്നു. അവർ അറക്കാത്തവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരും അത്രേ. ആമീൻ. ദൈവത്തെ അറിയുന്നു, പക്ഷെ പ്രവർത്തികളിൽ ഇതൊന്നുമില്ല. ഭക്തിയുടെ വേഷമാണ് ഇതെല്ലാം കാണിക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടത് ആമീൻ വളരെ ആവശ്യമാണ്. സ്തോത്രം. അടുത്ത ആഴ്ച ഞാൻ അല്പം കൂടെ വിശദമായിട്ട് ആ ഭാഗത്തിന് ചില കാര്യങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അവിടെ പറയേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. 1 തീമോഥെയോസ് 6-ാം അധ്യായം 3-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാക്കുവാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. ആമീൻ. അവയാൽ തലോട്ട് കുറെ പറയുന്നുണ്ട്. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു താനും. അപ്പൊ ശ്രദ്ധിച്ചാട്ടെ, ആമീൻ. ഭക്തിവചനം, ഭക്തിക്കൊത്ത ഉപദേശം, ഇതൊന്നും ഇല്ല. ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. സ്തോത്രം. നമുക്കെല്ലാവർക്കും നമ്മുടെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന കർണരസന്മാരമാകുന്ന ദൂതുകൾ കേൾക്കുകയാണ് നമുക്കിഷ്ടം. എന്നാൽ അവ നിത്യതയിലോട്ട് നമ്മളെ അടുപ്പിക്കുന്ന, അതിൽ നമ്മുടെ കുറവുകളെ വെളിപ്പെടുത്തുന്ന, മാനസാന്തരപ്പെടുത്തുന്ന, വചനത്തിലോട്ട് മടക്കി വരുത്തുന്ന, ദൈവത്തിലേക്ക് മടക്കി വരുത്തുന്ന ദൂതുകൾ എവിടെയൊക്കെയോ നമുക്ക് താല്പര്യക്കുറവായിക്കൊണ്ടിരിക്കുകയാണ്. ഉണർവ് വേണ്ടെന്നല്ല പറഞ്ഞത്, സൗഖ്യം വേണ്ടെന്നല്ല പറഞ്ഞത്. എല്ലാം ഒരു ബാലൻസ് ചെയ്ത് പോകണം. സ്തോത്രം. ലോകത്തിലോട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നത്, ലോകത്തിലോട്ട് നമ്മളെ പിന്നെയും ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് വിട്ടുപോകാൻ തോന്നാത്ത വിധത്തിലുള്ള ദൂതുകളിലോട്ട് പോകുന്ന അന്തരീക്ഷം പലപ്പോഴും കാണാറുണ്ട്. പല നിലയിൽ ഞാൻ ആരെയും വിധിക്കുകയല്ല, എങ്കിലും നമുക്ക് ഈ രാത്രികാലം പ്രാർത്ഥിക്കാം. ഭക്തി, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ മുറുകെ പിടിക്കുന്ന ആ ഒരു നിലവാര സ്റ്റാൻഡേർഡ് നാം കളയരുത്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, കൂട്ടുകാരെ കൂടുമ്പോഴും പ്രത്യേകിച്ച് ഇപ്പം ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരികയാണ്. ഭക്തന്മാരെ എല്ലാം പലയിടത്തും കാണാറുണ്ട്. വിശുദ്ധന്മാരെല്ലാം ഇപ്പം പലയിടത്തും കാണാറുണ്ട്. കോലുകളിക്കകത്തും അമിസ്തോത്രമായ ലൂയ്യ അലലൂയ്യ, ഞാൻ അമിസ്തോത്രം ലൂയ്യ, ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് കേക്കും ഒക്കെ വാങ്ങിച്ച് ആഘോഷിക്കുന്ന ഒത്തിരി പേരുണ്ട്. അമിസ്തോത്രം പാലപ്പൂ ഇറച്ചിക്കറിയും പിന്നെന്തൊക്കെ തിരിയും വെടിയും പുകയൊന്നും കത്തിക്കാൻ പറ്റുന്നു, ഇല്ലെങ്കിൽ അതും കത്തിച്ചേന്. അമിസ്തോ ഭക്തന്മാരെല്ലാം ഈ ദിവസങ്ങളിൽ
ഭക്തന്മാരുടെ ഒക്കെ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം ഭക്തിയിൽ വർദ്ധിച്ചു വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പൊന്നു പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അംശത ഭക്തി കൊണ്ട് കളയരുത്, ശക്തി കൊണ്ട് കളയരുത്. ഞാൻ മുമ്പേ വായിച്ചതുപോലെ അംശത്വം ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ ഞങ്ങളെ തന്നെ ശുശ്രൂഷകരായി കാണിക്കുകയാണ്. നീ ഒരു ആത്മീകനാണെന്ന് അംശം നീ വെളിപ്പെടുത്തണം. നീ ഒരു ദൈവവൈതലാണെന്ന്, നീ നിത്യതയ്ക്ക് വിളിക്കപ്പെട്ടവനാണെന്ന്, നീ ഒരു സത്യ കർത്താവോട് ചേരുവാൻ സ്നാനം വിട്ട് രക്ഷിക്കപ്പെട്ട ദൈവവൈതലെ എല്ലാ തലങ്ങളിലും നീ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടാളിയായി തീരുമ്പോൾ ഇവ വർദ്ധിക്കണം. സ്ഥിരതയും ഭക്തിയും വർദ്ധിക്കണം. ഭക്തി കേടിന്റെ ഒരു ഡേഞ്ചർ അടുത്ത ആഴ്ച നാം ധ്യാനിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ തന്നെ വളരെ താഴ്മയോടെ ഏൽപ്പിക്കുകയാണ്. പലപ്പോഴും ജീവിതയാത്രയിൽ ഞങ്ങൾ ആടി ഉഴലാറുണ്ട്, പെട്ടെന്ന് ഞങ്ങൾ വാടിപ്പോകാറുണ്ട്, പെട്ടെന്ന് ഞങ്ങൾ ക്ഷീണിച്ചു പോകാറുണ്ട്, എലിയാവിനെ പോലെ ചൂരച്ചെടിയിലോട്ട് പോകാറുണ്ട്, മതിയെന്ന് പറയാറുണ്ട്, ഇനി എന്ത് എന്ന് ചോദിക്കാറുണ്ട്. മോശയെ പോലെ ഞങ്ങൾ അറിയാതെ വയ്യ എന്ന് പറയാറുണ്ട്. ആമേൻ സ്തോത്രം. ഇരമ്യാവിനെ പോലെ ആമേൻ സ്തോത്രം പലപ്പോഴും ഇനി ചെയ്യത്തില്ല, മതിയെന്ന് പറയാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഒരു സ്ഥിരത ഞങ്ങളുടെ മേൽ പകരണമേ. ഹല്ലേലൂയ. ഉറച്ചു നിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ തന്നെ വിശ്വാസത്തോടു കൂടെ ആ ഭക്തിയും വർദ്ധിച്ചു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാണ്. വചനം കേട്ട എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സഹായിക്കണം, ശക്തീകരിക്കണം. വചനപ്രയോഗം ഞങ്ങൾ ആരാലും വഞ്ചിക്കപ്പെടാതെ, ആരാലും ബന്ധിക്കപ്പെട്ടു പോകാതെ സത്യസുവിശേഷം യഥാർത്ഥമായി പ്രസംഗിപ്പാൻ, സത്യവചനം യഥാർത്ഥമായി പഠിപ്പാൻ പരിശുദ്ധ ഞങ്ങളെ സഹായിക്കും. വരവിന്റെ പ്രത്യാശയിൽ അങ്ങ് ഞങ്ങളെ ഒരുക്കും. ഞങ്ങളുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപാപിതാവാം ദൈവത്തിന്റെ സ്നേഹം ആശ്വസിപ്പിച്ച് നമ്മെ വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസ കൂട്ടായ്മ കാവൽ സൂക്ഷിപ്പുവാഴും നാം ഇവരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കൊടുത്തപോലെ നീക്കും കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാകട്ടെ. അരക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവരും കർത്താവിനെ ഗ്രഹിക്കട്ടെ. കർത്താവിനെ വരെ താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.